നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നത്. ചില മണ്ഡലങ്ങളിലെങ്കിലും നേരത്തെ ആലോചിച്ച സ്ഥാനാർത്ഥികൾ മാറിയേക്കും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തിരുവനന്തപുരം കോവളം സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാനുള്ള ഇടതുമുന്നണി യോഗത്തിന്റെ തീയതിയും ഇന്ന് തീരുമാനിക്കും. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് ഇതിലുള്ള കൂടുതൽ വിവരങ്ങൾ? അതുപോലെ തന്നെ ഈ ജി സുധാകരൻ ഇന്നും ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോഴിതാ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇ.പി. ജയരാജൻ അടക്കം അദ്ദേഹത്തെ തള്ളി പറയാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എം.എ. ബേബി സുധാകരൻ ഒന്ന് പുനരാലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അനുശ്രീ, ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സെക്രട്ടറി യോഗം, ഏറ്റവും നിർണായകമായ സംസ്ഥാന സെക്രട്ടറി യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകും ഈ യോഗത്തിലെന്ന് ഉറപ്പാണ്. നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥി പട്ടികകൾ അതത് ജില്ലാ കമ്മിറ്റികൾക്കും അതുപോലെ മണ്ഡലം കമ്മിറ്റികൾക്കും ചർച്ച ചെയ്യാൻ അയച്ചു കൊടുത്തിരുന്നു. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് പട്ടികകൾ തിരികെ വരികയാണ്. ഇവിടുന്ന് വേണം ഇനി സംസ്ഥാന സമിതി ചേരുന്നില്ല, ഇവിടെ നിന്ന് വേണം ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകേണ്ടത്. മറ്റന്നാൾ 15-ാം തീയതി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ പ്രഖ്യാപനം വന്നാൽ 1 മണിക്കൂറിനുള്ളിൽ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്നാണ് സിപിഎമ്മിന്റെ അവകാശവാദം. നേതാക്കൾ വ്യക്തമാക്കുന്നത് പലയിടങ്ങളിൽ ഇതിനകം പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുവരെഴുത്തുകളും ഹോർഡിംഗ്സുകളും ഒക്കെ ഇതിനകം വന്നു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം മാത്രമാണ് ബാക്കി. അപ്പോഴും ചില മണ്ഡലങ്ങളിലെങ്കിലും ചില അനിശ്ചിതത്വങ്ങളുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ അങ്കമാലി സീറ്റ് സിപിഎം ഏറ്റെടുത്തേക്കും. അങ്കമാലി ഇപ്പോൾ ജോസ് തെറ്റിയൊക്കെ മത്സരിച്ച സീറ്റാണ്. അവിടെ ഇത്തവണ ആ സീറ്റ് ഒരുപക്ഷെ സിപിഎം ഏറ്റെടുത്തേക്കും. ആ രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പകരം എറണാകുളം സീറ്റ് ജനതാദളിന് വിട്ടു നൽകും. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് സിപിഎം ഏറ്റെടുക്കുന്ന ചർച്ചകളുമുണ്ട്. ഒരുപക്ഷെ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ കോവളം സീറ്റും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ മത്സരിക്കുന്ന ആ സീറ്റും സിപിഎം ഏറ്റെടുത്ത് അവിടെ ഒരു പൊതു സ്വതന്ത്രം മത്സരിപ്പിക്കാൻ സിപിഎം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചില സീറ്റ് വച്ചുമാറ്റങ്ങൾ ഇനിയും അവസാന ഘട്ടത്തിലും പരിഗണനയിലുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് കൂടി നൽകേണ്ടതുണ്ട്. അതേ സീറ്റിന്റെ കാര്യത്തിൽ ധാരണ വൈകാതെ ഉണ്ടാകും. ഈ ദിവസങ്ങളിലൊക്കെ ഘടകകക്ഷികളുമായുള്ള ഉഭയചർച്ചകളും സിപിഎം സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കാര്യമായ ഒരു മാറ്റം ഇനി എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമ്പോൾ കോൺഗ്രസ് UDF അതിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അവിടെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പക്ഷേ സിപിഎമ്മിൽ പുനരാലോചന ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. H. സലാമാണ് ഒരു തവണ മാത്രം മത്സരിച്ച സലാമാണ് അവിടെ സ്ഥാനാർത്ഥി. സലാമിനെ മാറ്റാനുള്ള സാധ്യത വിരളമാണ്. എങ്കിൽ പോലും ആ സീറ്റ് ഇനി തോറ്റുകൊടുക്കുന്നത് സിപിഎമ്മിന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ദീർഘനാൾ പാർട്ടിക്കൊപ്പം എന്ന പ്രധാനപ്പെട്ട നേതാവ് തന്നെ വിമത രൂപത്തിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി അവിടെ അവതരിച്ച് വിജയിച്ചാൽ അത് സിപിഎമ്മിന് ആലപ്പുഴ പോലുള്ള ജില്ലയിൽ അത്രയധികം പാർട്ടി അടിത്തറയുള്ള ജില്ലയിൽ പാർട്ടി ആ രീതിയിലുള്ള സമരങ്ങൾ ചെയ്ത ശക്തമായ ജില്ലയിൽ സിപിഎമ്മിന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അവിടെ സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി ജയിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ചെയ്യേണ്ട കാര്യത്തിൽ ചർച്ചയുണ്ടാകും. സുധാകരനെ പൂർണ്ണമായും തള്ളുകയല്ല സിപിഎം നേതൃത്വം ഇപ്പോഴും ചെയ്യുന്നത്. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ സെക്രട്ടറിയിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. ജി സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിച്ചാൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ സെക്രട്ടറി ആലോചന ഉണ്ടാകും. ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും സുധാകരന്റെ കാര്യത്തിൽ സിപിഎം പൂർണ്ണമായും സുധാകരൻ തള്ളാത്തൊരു സമീപനം. ജി സുധാകരനും സിപിഎം എന്ന പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ ഒന്നും ഇതുവരെ തള്ളിപ്പറഞ്ഞല്ല നിലപാടെടുക്കുന്നത്. അദ്ദേഹം നേതൃത്വത്തെ പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വത്തിലെ ആലപ്പുഴ നേതാക്കളുടെ ഒരു പിടിപ്പുകേടെന്ന തരത്തിലാണ് പൊതുവിൽ സംസാരിച്ചത്. MV ഗോവിന്ദന്റെ ചില പരാമർശങ്ങളിലും അദ്ദേഹത്തിന് അവമതിപ്പുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടിയോ പാർട്ടി ഭരണഘടനയോ പാർട്ടി നയങ്ങളെയോ ഒന്നും അന്തിമ രൂപം നൽകാനുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. അതിന്റെ വിവരങ്ങളാണ് വി അരുൺ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.